അല്ല സാറേ, ആരേ ഡബിള്? അത് മോഹനൻ. ഡബിൾ നാട്ടുകാരെ വിളിക്കുന്നു. 3 മണിക്കൂർ കരിഞ്ഞ തടവ് 200 രൂപ പിഴയായിപ്പോയി. മനസ്സ് പതറരുത്. അയ്യോ, അത് ഇന്റർനാഷണൽ, നമ്മൾ വെറും ലോക്കൽ. പുഷ്പേറ്റൊന്നും കമ്പയർ ചെയ്ത് വില കളയില്ല പ്ലീസ്. ഇങ്ങനെ പോയ പടം ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത തലവൻ. സെക്കൻഡ് ഹാഫിൽ ഒരു ചൈതന്യം എന്നൊരു സംഭവം ഉണ്ട്, പീക്ക് ലെവൽ സാധനം. അയ്യോ, മ്യൂസിക് മാത്രമേ കൊള്ളാവൂ. എന്തൊക്കെയായിരുന്നു തള്ളു. വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെ, പക്ഷെ പാവ സച്ചിനെ നശിപ്പിച്ചു കളഞ്ഞു. ഇന്റർവെൽ എത്തിയപ്പോഴത്തേക്കും പടത്തിന്റെ ആ ട്രാക്ക് മാറ്റി കളഞ്ഞ് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി മൂഞ്ചിപ്പിച്ച്. നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ട്. സീൻസിന് നാടകീയത, കഥാപാത്രങ്ങൾക്ക് നാടകീയത, പെർഫോമൻസസ് അത്തരം നാടകീയത. ഇങ്ങനെ 3 മണിക്കൂർ ഇങ്ങനെ പലരും പല നാടകങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഡബിൾ മോഹനൻ പൃഥ്വിരാജ് എന്ത് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഒന്നാമത് അദ്ദേഹത്തിന്റെ ഈ ഹെയർ ചപ്ര വിക്ക് വെച്ച പോലെ ഉണ്ട്. ചപ്ര തലമുടി എന്തോ ആക്കി വെച്ചിന്. എന്നിട്ട് മൊത്തം കരിവാരി തേച്ചേക്കുന്നത്. കാരണം ഇദ്ദേഹത്തെ പിന്നെ ഒന്ന് കറുപ്പിച്ചെടുക്കണല്ലോ. എന്നിട്ട് പിന്നെ അങ്ങനത്തെ സീൻസ് വേണേ. പുള്ളിക്കൊരു പരിമിതി ഇല്ലേ? പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യൽ. പുള്ളിക്ക് ചേരുന്നില്ലേ വേഷമൊന്നും. പുള്ളി പഴയ ചക്രത്തെ ചെയ്ത പോലെ തന്നെയുള്ള സാധനം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇതിപ്പോ നല്ല കോമഡിയാ. എനിക്കിഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും. പ്രേംവതയും ഈ പൃഥ്വിരാജും തമ്മിലുള്ള ഒരുമിച്ചുള്ള സീൻസ്, ഇന്റിമേറ്റ് സീൻസ്, അവരുടെ റൊമാൻറ്റിക് സീൻസ്, എന്റെ പൊന്നോ. ഡബിൾ മോഹനൻ ഡബിൾ വെറുപ്പിക്കല് പ്രേംവത. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്. പറഞ്ഞേക്കാം, പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവൽ. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. എന്റെ അവസ്ഥയോട് എന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു.